ഹലോ. നമ്മളിപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീലി അലൈനിൽ നിന്ന് ഹീലി വരെ നമ്മളെത്തി. അതുവരെയുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ഹീലിയിൽ നിന്ന് ദുബൈയുടെ ബോർഡറായ അൽഫക്ക എന്ന് പറയുന്ന സ്ഥലം വരെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹീലി. ആ കാണുന്നത് ഖത്താറ ഗ്രൗണ്ടാണ്, ഖത്താറ സ്റ്റേഡിയം. ഭയങ്കര എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണത്. ഒരുപാട് കളികളും സ്പോർട്സ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നൊരു സ്റ്റേഡിയമാണ്. ഒരുപാട് വിശാലമായിട്ടുള്ള ആളുകൾക്ക് കാണാനും ഇരിക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വളരെ എന്താ പറയുക, അത്രയും ഭംഗിയുള്ള ഒരു സ്റ്റേഡിയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഖത്താറ കഴിഞ്ഞു നമ്മൾ ഹീലിയിലേക്ക് ഒക്കെ പ്രവേശിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അലൈൻ്റെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ അലൈൻ്റെ വളരെ മനോഹരമായിട്ടുള്ള പച്ചപ്പ് പിടിച്ച സ്ഥലങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുറേ ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളും ഒക്കെ കാണാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു വലിയൊരു പാലസാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം അൽഫക്കയാണ്, അതായത് ദുബൈയുടെ അലൈൻ്റെയും ബോർഡറായ അൽഫക്കയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ വീണ്ടും നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള നീല കളറുള്ള ആകാശവും നല്ല മേഘങ്ങളും, അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല മരുഭൂമി. റോഡിൻ്റെ രണ്ട് സൈഡിലും മരുഭൂമി കാണാം. മരുഭൂമിയിൽ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ പച്ചപ്പുള്ള പുല്ലുകളും ഒക്കെ ആയിട്ടുള്ള ഒരു നയനസുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടയിലെ വലതുഭാഗത്തും നല്ല മനോഹരമായിട്ടുള്ള മരുഭൂമിയാണെങ്കിൽ പോലും അത് കുറേ പച്ചപ്പുള്ള ഉൾച്ചെടികളും, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും മരുഭൂമി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി അൽഫക്ക ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല കാലാവസ്ഥയാണ്. മനോഹരമായ അലൈൻ ടു ദുബൈയിലേക്കുള്ളൊരു റോഡാണിത്. അലൈനിൽ നിന്ന് ദുബൈയിലേക്ക് പോയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക്, സഞ്ചരിച്ച ആളുകൾക്കൊക്കെ ഈ സ്ഥലം സുപരിചിതമായിരിക്കും. അതേപോലെ തന്നെ ദുബൈയിൽ നിന്ന് അലൈനിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്കും ഈ റോഡും ഈ പരിസരമൊക്കെ നല്ല പരിചയമായിരിക്കും. കാരണം അവർ എന്തായാലും അലൈനിൽ നിന്ന് ദുബൈക്ക് പോകണമെങ്കിലും ദുബൈയിൽ നിന്ന് അലൈനിലേക്ക് വരണമെങ്കിലും ഈ റോഡിൽ കൂടെ നിർബന്ധമായിട്ട് സഞ്ചരിക്കേണ്ടതാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലാവും, ഇത് ഞങ്ങളിതിൽ യാത്ര ചെയ്ത റോഡാണ്, ആ രണ്ട് സൈഡിൽ കാണുന്ന മരുഭൂമിയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ തീരെ കാണാത്ത ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു പുതുമയാണ്. കാരണം അലൈൻ ടു ദുബൈ റോഡ്. പക്ഷെ നമുക്ക് ദുബൈയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ അൽഫക്ക വരെയാണ് നമുക്ക് പോകേണ്ട ആവശ്യമുള്ളത്. ഇതൊക്കെ ആദ്യമൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഒട്ടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറേ വീടുകളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഇത് ഒരു ചെറിയൊരൊറ്റ റോഡായിരുന്നു ദുബൈയിലേക്ക് പോകുന്നതൊക്കെ. ഈ റോഡിൽ കൂടെ തന്നെയായിരുന്നു വണ്ടി പോകുന്നതും വരുന്നതൊക്കെ. ഇപ്പോൾ ഒക്കെ എത്രയോ വീതി കൂട്ടി, 4 വരി 5 വരി 6 വരി പോലെയൊക്കെ ആക്കി അത് പോകുന്നത് ഒരു സൈഡിൽ കൂടെ തിരിച്ചു വരുന്ന സൈഡിൽ. അത്രയും വിശാലവും നല്ല രീതിയിലും ഒക്കെ ആയി റോഡുകൾ വന്നതുകൂടി യാത്രയൊക്കെ വളരെ എളുപ്പമായി. അലൈനിൽ നിന്ന് ഒരു 1.25-1.5 മണിക്കൂർ മതി ദുബൈയിലേക്ക് എത്താൻ. അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു. അപ്പോൾ പണ്ടൊക്കെ ഇതിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഒട്ടകങ്ങൾ കയറി വരും. അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ശരിക്കും കൃത്യമായിട്ട് അവിടെയൊക്കെ കമ്പി വേലി കെട്ടിയിട്ടും അതിൻ്റേതായ രീതിയിലുള്ള ഭദ്രമായ രീതിയിലൊക്കെ ഗവൺമെൻറ് അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ മുൻകരുതലും ചെയ്ത കാരണം പെട്ടെന്നൊന്നും അങ്ങനെ ഒട്ടകം റോട്ടിൽ കയറി വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വീണ്ടും നമ്മൾ മരുഭൂമി, രണ്ട് സൈഡിലും മരുഭൂമി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല സന്തോഷം തോന്നും. ഈ നടുവിൽ കാണുന്നത് കംപ്ലീറ്റ് ഈത്തപ്പഴത്തിൻ്റെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. നല്ലൊരു
യാത്ര നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അലൈൻ ടു അൽഫക്ക. അൽഫക്ക എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറഞ്ഞു ദുബൈയുടെ ബോർഡറാണ്. അത് അൽഫക്ക കഴിഞ്ഞാൽ പിന്നെ ദുബൈയിലേക്ക് കടന്നു. ഏതായാലും നിങ്ങൾക്ക് ഈ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇനി നമുക്കിതിലെ സൈഡിലൊക്കെ ഒന്ന് കാണുന്ന ഈ മരുഭൂമിയുടെ ഉള്ളിലേക്ക് പോയിട്ടുള്ള യാത്രകളൊക്കെ പിന്നീട് നമ്മൾ ഇതിൽ കാണിക്കുന്നതായിരിക്കും. ഒരുപാട് ഒട്ടകങ്ങളും മരുഭൂമിയുടെ ആ ഗാംഭീര്യവും അതൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾക്ക് അൽഫക്ക വരെ പോകേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഒരു യാത്രയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം കാഴ്ചകൾ നിങ്ങൾക്ക് സന്തോഷം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കണ്ട് ലൈക്കും സപ്പോർട്ടൊക്കെ തരിക. മനോഹരമായ യാത്ര, ആ നീല ആകാശവും പച്ചപിടിച്ച